ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ബോട്ട് കയറാൻ വന്നിരിക്കുകയാണ്. ആലപ്പുഴയിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്, കേരള സർക്കാർ. അപ്പൊ അങ്ങനെ 1000 രൂപ ഫോം വിളിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്തു. ഇനി ബോട്ടിൽ കയറിയിട്ടാണ് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ ബോട്ട് വന്നിട്ടില്ല. അത് കാരണം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, കാറിൽ വെയിറ്റ് ചെയ്യാണ്. നല്ല ചൂടാണ്. AC ബോട്ടാണ്, സോളാറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വെയിറ്റ് ചെയ്യാണ് ഇവിടെ കാറില്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ ബൈ. ഇനി ബാക്കി വീഡിയോ കാണാം. വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. നമ്മൾ ആലപ്പുഴ കുട്ടനാടൻ സഫാരി നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച ഒരു അവധി ദിനം കണ്ടെത്തി ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്ന് ഈ കുട്ടനാടിന്റെ കാണാക്കാഴ്ചകൾ കാണുവാൻ, അതുമല്ലെങ്കിൽ വേമ്പനാട് കായലിന്റെ വിശാലമായ സൗന്ദര്യം ആസ്വദിക്കുവാനായി സംസ്ഥാന സർക്കാരിന് കീഴിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ഇന്ദ്ര എന്ന് പേരുള്ള ഈ കുട്ടനാടൻ സഫാരി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടൂറിസം ട്രിപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ ഈ ബോട്ടിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. താങ്ക് യു. നമ്മൾ ഏകദേശം 8 മണിക്കൂറോളം സമയം നീണ്ടു നിൽക്കുന്നു. വൈകുന്നേരം 6 മണി വരെ ഒരു പകൽ സമയം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കായനയാത്ര, ജലയാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ആലപ്പുഴ മുനിസിപ്പൽ ഏരിയയിൽ യാത്ര ആരംഭിച്ച കനാലിന്റെ പേര് വാടക്കനാൽ എന്നാണ്. നിങ്ങളിൽ പലർക്കും അറിവുള്ളതുപോലെ ആലപ്പുഴയ്ക്ക് മറ്റൊരു വിളിപ്പേര് കൂടിയുള്ളത്, മനോഹരമായ പേര് കിഴക്കിന്റെ വെനീസ് എന്നാണ്. അത്തരത്തിൽ ആ പേര് ലഭിക്കുവാനുള്ള കാരണങ്ങളിലൊന്ന് നമ്മൾ അവിടെ കണ്ട വാടക്കനാല് പോലെ നിരവധിയായ കനാലുകളും തോടുകളും ഒക്കെ ആലപ്പുഴ പട്ടണത്തിൽ നിരവധിയായി ഉള്ളത് കൊണ്ട് കൂടിയാണ്. നമുക്കറിയാം, യൂറോപ്യൻ നഗരം, ഇറ്റാലിയൻ നഗരം വെനീസ് പട്ടണത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള നിരവധിയായ കനാലുകളും തോടുകളും ഒക്കെ കാണുവാൻ കഴിയും. ഈ രണ്ട് പട്ടണങ്ങൾ തമ്മിലുള്ള സാമ്യത തിരിച്ചറിഞ്ഞ ആലപ്പുഴയെ ആദ്യമായി കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത് പണ്ടുകാലത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ പ്രഭുവാണ് ആലപ്പുഴയെ ആദ്യമായി കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത്. നമ്മൾ ഇന്ന് ആലപ്പുഴ പട്ടണത്തിൽ കാണുന്ന ആ കനാലുകളും തോടുകളും ഒന്നും തന്നെയും പ്രകൃതിദത്തമല്ല, നമ്മുടെ പൂർവികരായ മനുഷ്യർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചെടുത്തവയാണ്. അങ്ങനെ നിർമ്മിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരു 4 കിലോമീറ്ററോളം പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ അറേബ്യൻ സീയാണ്, അറബിക്കടലാണ്. കിഴക്കൻ മേഖലകൾ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി പോലുള്ള ഹൈറേഞ്ച് മേഖലയിലൊക്കെ വിളയുന്ന നാണ്യവിളകളും അനുബന്ധ ചരക്ക് സാധനങ്ങളും ഒക്കെ ആലപ്പുഴ തുറമുഖത്തിലേക്ക് എത്തിച്ച് യൂറോപ്യൻ കൺട്രീസ്, മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായി ജലമാർഗം ആലപ്പുഴ തുറമുഖത്തിലേക്ക് ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിനായാണ് ആലപ്പുഴ പട്ടണത്തിൽ ആ കനാലുകളും തോടുകളും ഒക്കെ നിർമ്മിച്ചത്. അതിനൊക്കെ നേതൃത്വം നൽകിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്ന രാജാ കേശവദാസ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്ന രാജാ കേശവദാസിനെ ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ആലപ്പുഴയിലെ വാടക്കനാലിൽ നിന്നുമാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ എത്തിച്ചേരുന്നത് പുണ്യനദിയായ പമ്പാ നദിയിലേക്കാണ്. പമ്പാ നദിയുടെ പ്രത്യേകത നിങ്ങളിൽ പലർക്കും അറിവുള്ളതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒഴുകുന്നത് കൊണ്ട് പുണ്യനദി എന്നറിയപ്പെടുന്ന പമ്പ ഇടുക്കി ജില്ലയിൽ പീരുമേടിന് സമീപം പുളച്ചിമല എന്ന സ്ഥലത്താണ് ഉത്ഭവിക്കുന്നത്. 176 കിലോമീറ്ററാണ് നീളം. ആ പമ്പ ഉത്ഭവസ്ഥാനം അവിടെയാണെങ്കിൽ അതിന്റെ എൻഡ് പോർഷൻ, ഒരു അവസാന ഭാഗം വേമ്പനാട് കായലിലേക്ക് ഒഴുകി വന്നു ചേർന്ന് പമ്പാ നദി അവസാനിക്കുന്ന ആ മേഖലയിൽ കുറച്ചു സമയം നമ്മൾ പമ്പാ നദിയിലൂടെയാണ് സഞ്ചരിക്കുക. പമ്പാ നദിയിലൂടെ സഞ്ചരിച്ച് പിന്നീട് നമ്മൾ കുട്ടനാടൻ കാർഷിക മേഖല, കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടൻ കാർഷിക മേഖലയിലേക്ക് പോകും. വേമ്പനാട് കായൽ നികത്തി നമ്മുടെ പൂർവികരായ മനുഷ്യർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചെടുത്ത നെൽപ്പാട ശേഖരങ്ങൾ, ആർ ബ്ലോക്ക്, ചിത്തിര, റാണി, മാർത്താണ്ഡം തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കുട്ടനാടൻ കാർഷിക മേഖലയുടെ ഒരു കേന്ദ്ര മേഖലയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. കുട്ടനാടൻ കാർഷിക മേഖലയുടെ കേന്ദ്ര മേഖല എന്നറിയപ്പെടുന്ന കാർഷിക പ്രദേശം ആർ ബ്ലോക്കിന് സമീപമുള്ള ഒരു ഗൃഹാന്തരീക്ഷത്തിലുള്ള, ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിലുള്ള ഒരു റെസ്റ്റോറന്റിലാണ് നമുക്ക് ഉച്ചഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. കുട്ടനാടിന്റെ തനത് വിഭവങ്ങളൊക്കെ അടങ്ങിയ ഉച്ചഭക്ഷണം നമുക്ക് അവിടെ നിന്നും കഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ വിശാലമായ വേമ്പനാട് കായലിന്റെ ഒരു വിശാലമായ മനോഹാരിതയിലൂടെ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്ന വേമ്പനാട് കായലിലൂടെയാണ് പിന്നീട് നമ്മൾ സഞ്ചരിക്കുക. ഏകദേശം 1 മണിക്കൂറോളം സഞ്ചരിച്ച് ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30 മണിയോടുകൂടി നമ്മൾ എത്തിച്ചേരുന്നത് കായലിന്റെ മധ്യത്തിനായുള്ള സ്വാഭാവിക നദീജന്യ ദ്വീപ് പാതിരാമണലിലേക്കാണ്. പാതിരാമണൽ ദ്വീപ് കാണുന്നതോടൊപ്പം ദ്വീപിൽ പ്രകൃതി സൗഹൃദമായി തയ്യാറാക്കിയ ഒരു ആംഫി തിയേറ്ററിൽ കേരളത്തിന്റെ തനത് നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ട്രിപ്പിന്റെ ഭാഗമായി നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും അവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കായി.
കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ നാടൻ പാട്ട് കലാസംഘം ആലപ്പുഴ ഇപ്റ്റയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും ആസ്വദിച്ച് പാതിരാമണൽ ദ്വീപും കണ്ടതിന് ശേഷം ബോട്ടിലേക്ക് മടങ്ങിയെത്തി ഏകദേശം 1 മണിക്കൂറോളം വേമ്പനാട് കായലിലൂടെ തന്നെ യാത്ര ചെയ്ത് വൈകുന്നേരം 6 മണിയോടുകൂടി ആലപ്പുഴയിൽ നമ്മൾ യാത്ര ആരംഭിച്ച വാടക്കനാലിൽ തന്നെ വന്ന് അവസാനിക്കുന്ന രീതിയിലാണ് പ്രിയപ്പെട്ടവരെ ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ലഭ്യമായി കാണുമെന്ന് കരുതുകയാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ യാത്രകളുടെയും വിജയം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷകരമായ തിരിച്ചുവരവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ അവരുടെ രക്ഷിതാക്കളുടെ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ഏറെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. കുട്ടികളെ അലക്ഷ്യമായി ബോട്ടിൽ ഓടി നടക്കാനൊന്നും അനുവദിക്കാതിരിക്കുക. നമുക്ക് മുകളിൽ ഓപ്പൺ സ്പേസ് ഉണ്ട്, വിശാലമായ കാഴ്ചകൾ കാണുന്നതിന്. അവിടേക്ക് പോകുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ വശങ്ങളിലേക്കൊന്നും കുട്ടികളെ വിടാതെ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കുന്നതോ ഇവിടെ ലഭ്യമാകുന്നതുമായ ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കളും ഒന്നും തന്നെ ദയവ് ചെയ്ത് ജലാശയത്തിലേക്ക് വലിച്ചെറിയരുത്, ബോട്ടിലേക്കും വലിച്ചെറിയരുത്. അവ നിക്ഷേപിക്കുന്നതിനായി ബോട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യ നിക്ഷേപ പാത്രങ്ങൾ, വേസ്റ്റ് ബിന്നുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രിയ സഞ്ചാരികളും അവയിൽ മാത്രം അത്തരം കാര്യങ്ങളൊക്കെ നിക്ഷേപിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യങ്ങളാണ് യാത്രയുടെ തുടക്കത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. അപ്പോ കടലും കായലും അതിർത്തി പങ്കിടുന്ന ആലപ്പുഴയിലേക്ക്, കയറിന്റെയും കർഷകരുടെയും കളിവള്ളങ്ങളുടെയും നാട്ടിലേക്ക് ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു യാത്രാ ദിനം ആശംസിക്കുന്നു. ഒരു ശുഭയാത്ര നേരുന്നു. താങ്ക് യു സോ മച്ച്. ജലനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന ലോകത്ത് തന്നെ അപൂർവം കരപ്രദേശങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. അപ്പോൾ കുട്ടനാട്ടിൽ തന്നെ ഏറ്റവും താഴ്ന്ന ഭൂപ്രദേശമാണ് ഈ ആർ ബ്ലോക്ക്. അപ്പം ആർ ബ്ലോക്കിനെ നേരിട്ടൊന്ന് കാണാനും അതിന്റെ പ്രകൃതി ഭംഗിയും ആ അത്ഭുത കാഴ്ച നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാനും ഒരു അവസരം ഒരുക്കുക എന്നുള്ളത് ഇതിന് പുറകിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് നടക്കാം, നമുക്ക് ഈ ഇതിന്റെ തീരത്തൂടെ നടക്കാനുള്ള സൗകര്യമുണ്ട്. കുട്ടികളുള്ളവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ പുറകെ നടന്നു വരുമെന്നാരും പ്രതീക്ഷിച്ച് നടക്കരുത്. കുട്ടികളെ മുന്നേ തന്നെ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ കയ്യിലെടുത്തേക്കുക. നമുക്ക് അപകടരഹിതമായൊരു യാത്ര ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് ഒരു ശ്രദ്ധ എപ്പോഴും വേണം. കാരണം നമ്മൾ കരയിൽ കൂടെ അല്ല യാത്ര ചെയ്യുന്നത്. നിങ്ങളുടെ വിനോദയാത്ര, നിങ്ങൾ സാധാരണ വിനോദയാത്ര നടത്തുന്ന കരയിൽ കൂടെ ആണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജലയാത്രയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചില സുരക്ഷാ ക്രമീകരണങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചു വേണം നമ്മൾ എപ്പോഴും സഞ്ചരിക്കാൻ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിർത്തിയിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഈ ആർ ബ്ലോക്ക് എന്ന പ്രദേശം ജലനിരപ്പിന് താഴത്തുള്ളതാണ്.
ആ ജലനിരപ്പിന് താഴത്തുള്ള പ്രദേശം നിങ്ങൾക്ക് നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം. നമ്മളിപ്പം ബോട്ടിൽ നിന്നിറങ്ങി ഈ കരയിൽ കൂടെ നടക്കും. ഇനി ഇറങ്ങുന്ന കരയൊക്കെ താഴോട്ടാണ്, വെള്ളം മുകളിലും കര താഴത്തുമായിരിക്കും. അതാണ് കുട്ടനാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ അനുഭവം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം. നമ്മൾ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ ഒരു ഫുഡാണ് നമ്മുടെ ഒരു നാടൻ വിഭവം. അതോടൊപ്പം തന്നെ കുട്ടനാടിന്റെ തനത് രുചിഭേദങ്ങൾ അന്നൊക്കെ ഒന്ന് രുചിക്കാനുള്ള അവസരം കൂടി ക്രമീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ ഒരു ഫുഡ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ 64 പേരോളം ഉണ്ട്. ആ 64 പേർക്കും ഒരേ സമയം ഇരുന്ന് കഴിക്കാനുള്ള സമയം ഇല്ല, അല്ല സ്പേസ് ഇല്ല. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം കഴിക്കേണ്ടവർക്ക് കഴിക്കാനുള്ള സൗകര്യം അവർ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടനാടിന്റെ തനത് വിഭവങ്ങൾ നിങ്ങൾക്ക് രുചിക്കാം. ഇനി അല്പം കഴിഞ്ഞ് മതിയെങ്കിൽ അങ്ങനെ ആകാം. എന്നാലും നമുക്ക് 1 മണിക്ക് മുമ്പായിട്ട് പുറപ്പെട്ടാൽ മതി. അത്ര സമയം നമുക്ക് നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. അപ്പം ഈ കായലിന് ചുറ്റും നടക്കുന്ന മത്സ്യബന്ധന തൊഴിലും അതുപോലെ കയർ, പുല്ല്, അതുപോലെ ഓലമിടയിൽ ഇത്തരം തൊഴിലുകളൊക്കെ ആയിട്ട് അവർ ജീവിക്കുന്നു. കൂടാതെ കായലിന്റെ അഗാധതയിലേക്ക് ഊളയിട്ടിറങ്ങി കക്കകൾ വാരിയെടുത്ത് അവർ അത് മനുഷ്യന് കക്കയിറച്ചി വിറ്റും ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ഇന്നിപ്പോ മനുഷ്യ
പദം കുഴിച്ചിന് പോകും നഷ്ടം കൂടുന്നവർ പട്ടിണിക്കാർ കെട്ടുവള്ളത്തിന്റെ കെട്ടഴിക്കാനന്ദം കുഴിച്ചിടകത്തിൽ പദം കുഴിച്ചിന് പോകും നഷ്ടം കൂടുന്നവർ പട്ടിണിക്കാർ കോട്ടയം പാണ്ടനാട് കാലത്തേക്ക് വിട പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് യാത്ര അവസാനിച്ച് അടിപൊളി ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇതൊരുക്കി തന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും പിന്നെ ഈ സോളാർ ബോട്ടിൻ്റെ ഐഡിയ, അതായത് കേരള സർക്കാരിൻ്റെ ഒരു അടിപൊളി ഐഡിയ തന്നെയാണിത്. എന്തായാലും ഇത് ഇതുപോലെ മുന്നോട്ട് നന്നായി പോകട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആലപ്പുഴയിൽ വന്നാൽ ഈ ബോട്ട് സൗകര്യം യൂസ് ചെയ്യാതെ നിങ്ങൾ ആരും പോകരുത്. കാരണം 1000 രൂപയേ ഉള്ളൂ. ഓക്കെ, ബൈ.